എന്ത് ചെയ്യണേ? അതെ, നമ്മള് ഒരു പാക്കറ്റ് പാല് വാങ്ങിയതേ പിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ എന്താ ഒന്നും കൂടി ഈ നോൺ സ്റ്റിക് ചട്ടിയിലിട്ട് തിളപ്പിച്ചപ്പോ വെള്ളമായി, പിന്നെ കുറച്ച് കട്ടയായി. അപ്പൊ ആ വെള്ളത്തിന് ഞാൻ ഊറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തോടെ ആയിട്ട് ആ പാലിനെ വെറ്റിച്ച് കുറുക്കി ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി എന്താ പറയാ, ഇത് ഓരോരുത്തർ മിൽക്ക് മെയ്ഡും പാലും എന്തൊക്കെയോ പാലല്ല പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് പാൽഗോവ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുള്ളൂ. ഞാന് പരീക്ഷിക്കാൻ പോവാണ് മൊത്തത്തില്. അതല്ല നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി. അപ്പൊ നമുക്ക് പാൽ ഒഴിക്കട്ടെ കുറച്ച്. അതിനിടയിൽ ഇവിടെ ബീഫ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് വേണ്ട, നല്ല അടിപൊളി ബീഫാ. ഒന്ന് പറഞ്ഞ ഒന്ന് ചെയ്യും. അത് സാറില്ല, നമുക്ക് ഇന്നത്തെ പെരുന്നാള് കഴിഞ്ഞല്ലേ. പാലൊഴിച്ചിട്ട് സംസാരിക്കട്ടെ. നീ സംസാരിച്ചോ, എനിക്കൊരു ചാൻസ് ഉണ്ടല്ലോ. ഇതിങ്ങനെ ഇട്ടുട്ടാ. അതെന്താ സാധനം? ഇത് നമ്മള് പൊടിച്ചു വെച്ചത്. എന്ത് പൊടിച്ചത്? പാല് വറ്റിച്ച് കുറുക്കിയെടുത്തത്. പാല് പിരിഞ്ഞാലും ഉപയോഗിക്കാന്നാണ് കാണിക്കുന്നത്. പിരിച്ചിട്ട് നമ്മള് ചെയ്യേണ്ടതിന്റെ വേറെ പിരിഞ്ഞു പോയി. പാല് പിരിഞ്ഞു. ആ പാലിനെ വേസ്റ്റ് ആക്കാതെ അത് ഉറയൂത്തി അതിനെ പിരിപ്പിച്ചെടുത്തു. പാൽപ്പൊടി ഇട്ട് കൊടുത്തുട്ടാ. പാൽപ്പൊടി ഇട്ടു, പാലും പാൽപ്പൊടി കേട്ടാ. നമുക്ക് സെറ്റായ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാം. എടുത്തിട്ടാ ഇളക്കി കൊടുക്കണ്ടേ? അപ്പൊ മിൽക്ക് മെയ്ഡാണ് ചേർത്തത്. മിൽക്ക് മെയ്ഡൊന്നും ഇല്ല. മിൽക്ക് എളുപ്പത്തിൽ റെസിപ്പി. പിന്നെ ഷുഗർ, പഞ്ചസാര. മിൽക്ക് മെയ്ഡൊക്കെ പോയാൽ നമ്മള് പഞ്ചസാര അളവൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ. കയ്യളവ് മതി മതി. കയ്യളവ് എന്നൊക്കെ പറയണില്ലേ? 45 ഒക്കെ ആയില്ലേ നമുക്ക് ഏജ്. അപ്പൊ നമുക്കല്ല, വീണ്ടും ഇളമി. ശരി, വെറ്റട്ടെ. എന്നുവെച്ചാ ഒരുവിധം വെറ്റി കുറുകിണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതില് നെയ്യിന്റെ ഫ്ലേവർ വേണ്ട. ഒരു മൊത്ത കച്ചവടം. നെയ്യ് ഒഴിച്ചു പാൽപ്പൊടി ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു, പാൽപ്പൊടി ഇട്ടു, പാല്, പഞ്ചസാര എല്ലാം ആയി കഴിഞ്ഞിട്ടാ. ഡ്രൈ നോൺ സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ വേഗം ഇങ്ങനെ കരിയില്ല. പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നും ഉണ്ടില്ല. പെട്ടെന്ന് മക്കള് ഒരു പൂതി തോന്നിയപ്പോ പാല് പിരിഞ്ഞപ്പോ മക്കൾക്ക് കഴിക്കാലോ. ആഗ്രഹത്തോടെ നമ്മൾ ഒരിക്കലും അമ്മയുടെ മക്കളെ കെട്ടരുത് കേട്ടോ. അമ്മായിപ്പോരും മരുമൾപ്പോരും ഉണ്ട്. 25 വർഷമായി ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്. പരീക്ഷണം കൊണ്ട് ടേസ്റ്റിന് ചിലപ്പോൾ കുറവുണ്ടല്ലോ. നെയ്യും പിന്നെ പാൽപ്പൊടിയും ഒക്കെ ഉള്ളതാണ്. ഞാൻ കുഞ്ഞു പാത്രം ഞാൻ സെറ്റാക്കിയതാണ് കേട്ടാ. കുറച്ചല്ലുള്ളൂ. നമുക്ക് നല്ലൊരു പാത്രം. സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മനസ്സ് വന്നാണ് പാത്രം. ഇത് ഡ്രൈ ആക്കിയിട്ട് കട്ട് ചെയ്തും കഴിക്കാം, അല്ലെങ്കിൽ സെമി ഇതായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയും കഴിക്കാം കേട്ടാ. നമുക്ക് ചൂടാറിയില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നോക്കട്ടെ ടേസ്റ്റ് മധുരമൊക്കെ എങ്ങനെയുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ടേസ്റ്റ് നോക്കണ കുറ്റം പറയണ കിടൂട്ടാ. വിചാരിച്ച മാതിരിയല്ല. കൂടെ ചെയ്യണറിയോ, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഉണ്ടെങ്കിൽ മോളെ അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കണറിയോ, ഏതൊരു സാധനം വേസ്റ്റ് ആക്കരുത്. നമ്മൾ പാല് പിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കളയാൻ നോക്കരുത്. ആ പാലിനെ ലേശം അത് പിരിഞ്ഞതിനെ കൊണ്ട് ശരിക്കും ലെമണൊക്കെ വെച്ച് നമ്മളത് ഇത് അടിപൊളിയായിട്ടുണ്ട്. പറയാനല്ല, നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ സാധനം ഒന്നും കാണിക്കും.
ആ ഞാൻ ഇതാ പിന്നെ ഇതില് ഷുഗർ നമ്മൾ പഞ്ചസാര കിട്ടല്ലേ, നെയ്യൊക്കെ കുറച്ച് ഡ്രൈ ആകുമ്പോ എനിക്കൊന്ന് കട്ട് ചെയ്ത് കിട്ടും വിചാരിക്കണേ. പഞ്ചസാരയും നെയ്യും ഒക്കെ ആഡാക്കിയാണല്ലോ, അപ്പൊ എനിക്ക് തോന്നണത് കുറച്ച് ഡ്രൈ ആകുമ്പോ കട്ട് ചെയ്ത് കിട്ടാൻ ഫേവറേറ്റ് ആണ് റാഷ്മോനെ. അല്ല പക്ഷെ നല്ല കറക്റ്റ് അളവ്. ഇതിന് കൂടെ നമുക്ക് മക്കളെ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കാനല്ല, പിസ്ത ബദാം ഒക്കെ ഫ്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു അടിപൊളി. പിന്നെ മച്ചാ ഇതിലേ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിരിക്കും. അപ്പൊ പാല് പിരിഞ്ഞ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. വേസ്റ്റ് ആക്കരുത്, പാലിന് വേസ്റ്റ് ആക്കാതെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. എന്തായി നമ്മുടെ കാലത്തുണ്ടാക്കിയ പാൽഗോവയുടെ അവസ്ഥ? പാൽഗോവ ആയില്ല, പാൽ പേട എന്താ പറയുന്നത്, കട്ടിയായില്ല കേട്ടാ, പൊടി രൂപത്തിലായി. പക്ഷെ ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടാ. നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണത്, ടേസ്റ്റിന് ഒട്ടും കുറവില്ല. റാഷ്മ എടുത്ത് കഴിച്ചോണ്ടേ ഇരുന്നത് ഇങ്ങനെ പൊടി രൂപത്തിൽ, കട്ടയില്ല മിൽക്ക് മെയ്ഡ് ചേർക്കാതെയൊക്കെ ആയപ്പോഴേ അപ്പൊ നമ്മളിങ്ങനെ പൊടി രൂപത്തിൽ കിട്ടില്ല പാൽപ്പേട, അതേപോലെ. അത്ര കുറച്ച് കഴിക്കുക, കുറച്ച് വെച്ചല്ലേ നമ്മളൊരു സ്പൂൺ എടുത്ത് കഴിക്കാം അല്ലേ? ശരി, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ ഒരു അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകളുള്ള വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. ബൈ.